Hello everyone, welcome to Disha Academy. SSC എക്സാംസ് എഴുതാൻ പോകുന്ന നമ്മളെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. SSC എക്സാം സെന്ററിന് ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കമന്റ് സെക്ഷൻ വഴി നിങ്ങളിൽ പലരും അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ പ്രിഫറൻസ് കൊടുത്ത സെന്ററിലെ അല്ല നിങ്ങളുടെ ഇപ്പൊ എക്സാം വന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചേഞ്ച് പെട്ടെന്ന് ഉണ്ടായത്, ഇനിയുള്ള ദിവസങ്ങളിലും അത് തന്നെയാണോ നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ള ഒരു കൃത്യമായ കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് SSC എക്സാം സെന്ററിൽ എന്താണ് പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടായത്, എന്തുകൊണ്ടാണ് നമ്മൾ പ്രിഫർ ചെയ്ത സ്ഥലത്ത് തന്നെ കിട്ടാത്തത് എന്നുള്ളൊരു പ്രോപ്പർ റീസൺ ആണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് തന്നെ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ റീസൺ എന്താണ്, ന്യൂ വെൻഡർ ചേഞ്ച് തന്നെയാണ്. എന്തുകൊണ്ടാണ് വെൻഡർ ചേഞ്ച് ആയി? വെൻഡർ ചേഞ്ച് ആകുമ്പോൾ അവിടെ ഒരുപാട് മാറ്റങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ എക്സാം ഇന്റർഫേസിൽ ഒരു ചേഞ്ച് ആര് വരുത്തി? പുതിയ ഈ പറയുന്ന എഡ്യൂക്യൂറ്റി എന്ന് പറയുന്ന കരിയർ ടെക്നോളജീസ് അവരാണ് എക്സാം ഇനി കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. TCS ആണ് ഇത്ര നാളും ഒരുപാട് വർഷം 2016 തൊട്ടേ അവരെന്ത് ചെയ്യാണ്, എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് SSCക്ക് വേണ്ടിയായിട്ട്. അപ്പൊ അങ്ങനെ അത്രയും വലിയ ഒരു ബ്രാൻഡിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഇഷ്യൂ വന്ന് അവരെ മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫ്രഷർ ആയിട്ട് വരുന്ന എഡ്യൂക്യൂറ്റിക്ക് കുറെ എന്ത് വരും, ഡിസഡ്വാൻറ്റേജസ് അവിടെ ഉണ്ടായിരിക്കും. ആ ഡിസഡ്വാൻറ്റേജിൽ ഒന്ന് തന്നെയാണ് രണ്ടാമത്തെ ഇഷ്യൂ ആയിട്ടുള്ള നമ്മുടെ എന്താണ് എക്സാം സെന്ററിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച്. അതായത് TCSന് ടൈപ്പ് ഉണ്ടായിരുന്ന അതേ സെന്റേഴ്സ് ആർക്ക് ടൈപ്പ് കാണത്തില്ല, എഡ്യൂക്യൂറ്റിക്ക് ഉണ്ടാവില്ല. അത് മാത്രമല്ല അവരിപ്പോ എന്ത് ചെയ്യാണ്, വരുന്നവരാണ്, ഫ്രഷേഴ്സ് ആണെന്ന് തന്നെ പറയാം. ഈ ഒരു എക്സാം അവർ ഓൾറെഡി സ്റ്റേറ്റ് ലെവൽ എക്സാംസ് നടത്തിയിട്ടുണ്ട്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര അങ്ങനെയുള്ള സ്റ്റേറ്റ് ലെവൽ എക്സാംസുകൾ അവർ ഓൾറെഡി നടത്തി, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് ആ ടെന്യൂർ കൊടുക്കുമ്പോൾ അവർക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു സമയമുണ്ട്, അവർക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കിക്കോളാം. ആ ലിമിറ്റേഷനിൽ ഒന്ന് തന്നെയാണ് അവർക്ക് വേറൊരു സെന്റേഴ്സുമായിട്ട് ടൈപ്പ് ഇല്ല എന്നുള്ളത്. അപ്പൊ ആ ഒരു ടൈപ്പ് ഇപ്പൊ അവർക്ക് ആർക്കൊക്കെയാണ് ഉള്ളതെന്നുള്ളൊരു കാര്യം അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂ സെന്റേഴ്സ് ഏതൊക്കെയാണ്, അവർക്ക് ഓൾറെഡി ടൈപ്പ് ഉള്ള സെന്റേഴ്സ് ഏതൊക്കെയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പുതിയ സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോളാം, എല്ലാ സ്റ്റേറ്റിലും അവർക്ക് എന്ത് ആവാൻ, എല്ലാ ജില്ലകളിലും അവർക്ക് എന്ത് കാണത്തില്ല, ചിലപ്പോൾ സെന്റേഴ്സ് ഉണ്ടായിരിക്കില്ല. ഇപ്പൊ വന്നിട്ടുള്ള സെന്റേഴ്സുകളാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ സെന്റേഴ്സിലായിരിക്കും ഇനി നിങ്ങൾക്കുള്ള സെലക്ഷൻ പോസ്റ്റ് തൊട്ടുള്ള എക്സാംസ് നടക്കാൻ പോകുന്നത്. അപ്പൊ അത് ഫസ്റ്റ് ഫേസ് ആയതുകൊണ്ട് കുറച്ച് റിസ്കി ആയിരിക്കും, കുറച്ച് ദൂര സ്ഥലങ്ങളിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അത് കുറച്ച് വഴിയും ചിലപ്പോൾ എന്താകും, സ്മൂത്ത് ആയി വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളെ കൊണ്ട് സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എക്സാം സിറ്റി എവിടെയാണോ വന്നത് അല്ലെങ്കിൽ എക്സാം സെന്റർ എവിടെയാണോ വന്നത് അവിടെ പോയി എഴുതുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എന്തെങ്കിലും പരാതിയോ എന്തെങ്കിലും കാര്യം കൊടുത്ത് അത് ഓക്കെ ആയി വരണമെങ്കിലും അതിന് ടൈം ഉണ്ട്. ആ ഒരു ടൈം എടുക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇപ്പൊ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് തന്നെ എക്സാം സെന്ററിൽ എത്തുക എന്നുള്ളതാണ്. അഡ്മിറ്റ് കാർഡ് 4 ദിവസം മുന്നേ നിങ്ങൾക്ക് റിലീസായി കിട്ടുന്നതാണ്, അല്ലെങ്കിൽ എക്സാം സിറ്റി ഇന്റിമേഷൻ നിങ്ങൾക്ക് 10 ദിവസം മുന്നേ ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എന്തായാലും ട്രിവാൻഡ്രം, അതായത് നമുക്കിപ്പോ TCS എക്സാം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് കുറെ ഓപ്പണിങ്സ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു ജില്ലയിൽ തന്നെ ഒരു 4-5 സെന്റേഴ്സ് അവർക്ക് ചിലപ്പോൾ ടൈപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറെ സ്റ്റുഡൻസിനെ ട്രിവാൻഡ്രം വെച്ചാലും പുറത്തു പോവേണ്ട ആവശ്യം വന്നില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ? ട്രിവാൻഡ്രത്ത് കൊടുത്താൽ നമുക്ക് ട്രിവാൻഡ്രത്ത് തന്നെ കിട്ടും, അല്ലെങ്കിൽ കൊല്ലത്ത് കൊടുത്താൽ കൊല്ലത്ത് തന്നെ കിട്ടും. ഇപ്പൊ ഒരുപാട് പേര് കമന്റിൽ ചോദിച്ച ഒരു കാര്യമാണ്, കൊല്ലത്ത് വെച്ചവർക്കെല്ലാം എവിടെ കിട്ടിയെന്ന്, മൈസൂറോ അങ്ങോട്ട് എവിടെയൊക്കെ കിട്ടി, കർണാടക ബോർഡറിലൊക്കെ കിട്ടിയെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. കാരണം ഇത്തവണ ഈ എഡ്യൂക്യൂറ്റി എന്ന് പറയുന്ന സെന്ററിന് എന്തില്ല, കൊല്ലത്ത് സെന്റർ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ, കൊല്ലത്ത് ടൈപ്പ് ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഉള്ള സെന്ററിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ട്രിവാൻഡ്രത്തുള്ള 2 സെന്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഹീര കോളേജ്. ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നെടുമങ്ങാടുള്ള ഹീര കോളേജ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജസും പിന്നെ അല്ലാത്ത കുറെ പ്രൈവറ്റ് ലാബ് ഉള്ള കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ ചിലപ്പോൾ ഇനി ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വാക്കൻസി, നിങ്ങൾ ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നതനുസരിച്ച് ചിലപ്പോൾ അവർ കൂടുതൽ സെന്റേഴ്സ് എടുക്കാം. പക്ഷെ എന്തായാലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് സെന്റേഴ്സിനെയാണ് ഞാൻ ഈ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഹീര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വെച്ചിട്ട് നെടുമങ്ങാടാണ് എന്ന് പറയുന്ന ഒരു സെന്റർ എന്ന് പറയുന്നത്. മറ്റൊരു സെന്റർ എന്ന് പറഞ്ഞാൽ ഷാർക്ക് എക്സാം സെന്റർ നമ്മുടെ കഴക്കൂട്ടത്തുള്ള ചന്തവിള പള്ളിപ്പുറം സൈനിക സ്കൂളിന്റെ അവിടെയാണ് ഏത് വരുന്നത്, അടുത്തൊരു സെന്റർ. അങ്ങനെ 2 സെന്റർ ആണ് കൊടുത്തത്. എന്തുകൊണ്ട് മുന്നത്തെ നമ്മുടെ കാഞ്ഞിരംകുളമൊക്കെ സെന്റർ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും നമുക്ക് ഇത്തവണ ഇല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TCS അല്ല നടത്തുന്നത്. അത് തന്നെയാണ് സിമ്പിൾ ആയിട്ടുള്ള ആൻസർ. അവർക്കല്ല ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ടെന്യൂർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ചേഞ്ച് ഉണ്ടാവുക ഈ ഒരു 2 കോളേജാണ് ട്രിവാൻഡ്രം ഉള്ളവർക്ക് കിട്ടുന്നത്. പിന്നെ ഈ ട്രിവാൻഡ്രം വയ്ക്കുന്നവര്, പ്രിഫറൻസ് കൊടുക്കുന്നവർക്ക് ട്രിവാൻഡ്രം തന്നെ കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്ഥലങ്ങളിൽ കിട്ടാം. കാരണം ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ 2 സെന്ററിൽ ചിലപ്പോൾ ഒക്കുപ്പൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അവർക്ക്
പരിമിതിയുണ്ട്. ആ പരിമിതി അനുസരിച്ച് അവർ എന്ത് ചെയ്യും, മറ്റു സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, വിടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പൊ സെന്ററിന്റെ കാര്യം വളരെ ലിമിറ്റഡ് ആണ്. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഒരു നമുക്ക് ഓൾ കേരള ആ ഒരു സെന്ററിങ് ടൈപ്പ് ഇത്തവണ എന്തായാലും ഇല്ല. അതുകൊണ്ട് ആ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ പുറത്ത് പോയി എഴുതേണ്ടി വരും. അത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ആക്കി വെക്കുക. അതിപ്പോൾ CGL അപ്ലൈ ചെയ്ത ആൾക്കാരാണെങ്കിലും MTS അപ്ലൈ ചെയ്തവരാണെങ്കിലും CHS അപ്ലൈ ചെയ്തവരാണെങ്കിലും ആ ഒരു പോയിന്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഇവിടെ ചാൻസ് ഇല്ലെങ്കിൽ മാത്രം, അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നു ഒക്കുപൈ ചെയ്യാൻ പറ്റാതെ ആകുമ്പോഴാണ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അടുത്ത ജില്ലകളിലേക്ക് വിടുന്നത്. ആ സംഭവം എന്തായാലും നടക്കും. ഇത് ഫസ്റ്റ് ടൈമാണ് എഡ്യൂക്കേറ്റീവ് എക്സാം നടത്തുന്നത്. ആ ഒരു പാകപ്പിഴവ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സമയത്ത് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. എക്സാം അടുത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പൊ ആ രണ്ട് കാര്യം നിങ്ങൾ ആലോചിക്കുക. ഇനി അടുത്ത് തൃശ്ശൂരിന്റെ കാര്യമാണെങ്കിൽ, തൃശ്ശൂർ വരുന്ന സെന്റർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മലപ്പുറത്ത് സെന്റർ ഇല്ലാത്തത് കൊണ്ട് തന്നെ തിരൂർ മലപ്പുറം വെച്ചിട്ടാണ് ഒരു സെന്റർ വന്നിരിക്കുന്നത്. കൊല്ലത്ത് സെന്റർ ഇല്ല, ട്രിവാൻഡ്രത്തെ സെന്റർ ഉള്ളു കേട്ടോ. അതുകൊണ്ടാണ് കഴക്കൂട്ടും അതുപോലെ തന്നെ നെടുമങ്ങാടാണ് വെച്ചിട്ടുള്ളത്. അത് തൃശ്ശൂർ ആണെങ്കിൽ തൃശ്ശൂർ, തിരൂർ, മലപ്പുറവും കൂടെ ആ ഒരു ഡിസ്ട്രിക്റ്റും കൂടെ ചേർത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. തൃശ്ശൂരിൽ സെന്റർ കൊടുത്തവർക്ക് ഇപ്പം നിങ്ങൾ തൃശ്ശൂർ ആണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തെങ്കിൽ ഒന്നിൽ നിങ്ങൾക്ക് ഇതിൽ രണ്ടിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലമായിരിക്കും കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കർണാടകയോ വല്ലതും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കിക്കോളെ. രണ്ടാമത്തെ കോളേജ് എന്ന് പറയുന്നത് മെറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കുരുവിളശ്ശേരി, തൃശ്ശൂർ ഡിസ്ട്രിക്ട്. ഒന്ന് തൃശ്ശൂർ ഒന്ന് മലപ്പുറത്തെയാണ് തൃശ്ശൂർ എന്ന് പറയുന്ന സെന്റർ വയ്ക്കുന്നവർക്ക് കിട്ടുന്നത്. ഓക്കെ, അത് ശ്രദ്ധിച്ചോണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിപ്പോ പ്രിഫറൻസ് കൊല്ലം, കോഴിക്കോട് അങ്ങനെയൊക്കെ കൊടുത്തെങ്കിലും ഉണ്ടെങ്കിലേ സെന്റർ ഉണ്ടെങ്കിലേ അവർ തരുവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം പാരലൽ ആയിട്ട് ഏത് സെന്റർ ആണോ വെച്ചിരിക്കുന്നത് അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ രണ്ട് സെന്റർ തൃശ്ശൂർ ഉള്ളതാണെന്ന് ആലോചിക്കുക. ഇനി വരുന്നത് കാലിക്കറ്റ് ഉള്ള സെന്റർ ആണ്. കാലിക്കറ്റ് 3 സെന്റർ ആണ് അവർ തിരിച്ചിരിക്കുന്നത്. എന്താണ് കാലിക്കറ്റ് ഉള്ള 3 സെന്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് കോഴിക്കോട് ഉള്ളത് തന്നെ ഏകദേശം ഈ ഒരു ക്യൂടെക് എന്ന് പറയുന്ന അതിന്റെ സെക്കൻഡ് ഫ്ലോർ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളാണ്. ബിസ്മി ടവർ നിയർ രാമനാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത് കേട്ടോ. ബൈപ്പാസ് ജംഗ്ഷൻ രാമനാട്ടുകര കോഴിക്കോടാണ് വരുന്നത് ഒരു സെന്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെന്റർ വരുന്നത്, അപ്പം നിങ്ങൾ കാലിക്കറ്റ് വയ്ക്കുന്നവർക്കാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും കിട്ടും. അപ്പൊ 3 സെന്റർ കാലിക്കറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആലോചിക്കുക, ട്രിവാൻഡ്രത്ത് വച്ചിട്ട് ഒക്കുപൈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ എങ്ങോട്ടേക്ക് വിട്ട് കാണും? ഓട്ടോമാറ്റിക്കലി കാലിക്കറ്റ് ആണല്ലോ നിങ്ങൾക്ക് നിയർ ബൈ എന്ന് വിചാരിച്ച് നിയർ ബൈ കാലിക്കറ്റ് വിട്ട് കാണും. അപ്പൊ കാലിക്കറ്റ് ഉള്ളവർക്ക് എന്ത് കിട്ടും? കാലിക്കറ്റ് ഉള്ളവർക്ക് ഇതും കിട്ടുകയും ചെയ്യും. പിന്നെ കുറച്ച് പേര് എന്ത് ചെയ്യും, കാലിക്കറ്റിന് അടുത്ത് കർണാടകയിൽ ഏതെങ്കിലും ബോർഡർ ഉണ്ടെങ്കിൽ അവിടെ കിട്ടാൻ ചാൻസ്. അങ്ങനെയാണ് ആ ഒരു സിസ്റ്റം. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റൂ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പൊ വെൽക്കിൻ ഓൺലൈൻ അസസ്മെന്റ് സെന്റർ എവിടെയാണ്? കാക്കടത്ത് ബിൽഡിംഗ്, BC റോഡ്, ചെറുവണ്ണൂർ, കോഴിക്കോട്, കേരള എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. വെൽക്കിൻ ഓൺലൈൻ അസസ്മെന്റ് സെന്റർ. നിങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിൽ തന്നെ ഓൾറെഡി അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ വെൽക്കിൻ ഓൺലൈൻ അസസ്മെന്റ് സെന്റർ ചെറുവണ്ണൂർ, കോഴിക്കോട് എന്നാണ് പറയുന്നത് കേട്ടോ. ചെറുവണ്ണൂർ, കോഴിക്കോട്. മൂന്നാമത്തത് മേസ്ട്രോ റെഡ് ഓൺലൈൻ സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുന്ന ഇതാണ്. അപ്പോളോ ഗോൾഡ് ബിൽഡിംഗിലാണ് വരുന്നത്. അത് എവിടെയാണ്? വടകരയാണ് വരുന്നത്. കേരളയിലെ വടകരയാണ് വരുന്നത്. ഇങ്ങനെ 3 സെന്റർ ആണ് കാലിക്കറ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾ കാലിക്കറ്റ് പ്രിഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടും. ട്രിവാൻഡ്രം വെച്ചവരാണെങ്കിൽ പോലും ചിലപ്പോൾ ട്രിവാൻഡ്രത്ത് സെന്റർ തികയാതെ വന്നെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കാലിക്കറ്റ് വിട്ട് കാണണം നിങ്ങളെ. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, കുറച്ച് ഉള്ളിലോട്ടൊക്കെ ആയിരിക്കും ഈ പ്ലേസസ്. അപ്പൊ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നി നിങ്ങൾ എന്ത് ചെയ്യുക, തലേ ദിവസം തന്നെ എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ റീച്ച് ചെയ്യാനുള്ള വഴികളൊക്കെ കണ്ടുപിടിച്ച് പ്രോപ്പർലി പോകാനുള്ള ഒരു മനസ്സുണ്ടാക്കി വെക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തോണം. പിന്നെ ഇനി വരുന്നത് കോട്ടയത്ത് വന്നിട്ടുള്ള സെന്റർ ഏതാണെന്ന് നോക്കാം. കോട്ടയം എല്ലാ സ്ഥലത്തും ഇല്ല. കോട്ടയത്ത് വരുന്നത് അമർജ്യോതി ഓൺലൈൻ എക്സാം സെന്റർ ഇൻസൈഡ് ഗിരിദീപം ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാമ്പസ്, കാലത്തിപ്പടി കോട്ടയം എന്നാണ് പറയുന്നത് അല്ലെ. കളത്തിപ്പടി കോട്ടയം എന്ന് പറയുന്ന സ്ഥലമാണ്. കളത്തിപ്പടി ആയിരിക്കും, നോക്കണം. അപ്പൊ അമർജ്യോതി ഓൺലൈൻ എക്സാം സെന്റർ എന്നാണ് പറയുന്നത് കേട്ടോ. അമർജ്യോതി എക്സാം സെന്റർ ആണ് നിയർ കളത്തിപ്പടി കോട്ടയം എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ കോട്ടയത്ത് ഒരു സെന്ററേ ഉള്ളൂ. പിന്നെ വരുന്നത് എറണാകുളം എന്ന് പറയുന്ന സെന്റർ ആണ്. എറണാകുളം സെന്റർ എവിടെയാണ്? ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന് അടുത്തോട്ടാണ് വരുന്നത്. കാർമൽ പോളിടെക്നിക് പുന്നപ്രയാണ് വരുന്നത് കേട്ടോ. എറണാകുളം വെക്കുന്നവർക്ക് വരുന്നത് എവിടെയാണ്? കാർമൽ പോളിടെക്നിക് പുന്നപ്ര, ആലപ്പുഴ ഡിസ്ട്രിക്ട്. അങ്ങനെ വളരെ കുറച്ച് സ്ഥലങ്ങൾ നോക്കിയേ. 1 2 3 4 5 സ്ഥലങ്ങളാണ് ഏകദേശം എവിടെ നിന്നുള്ളത്, ശരിക്കും പറഞ്ഞാൽ കേരള സെന്റേഴ്സ് ആയിട്ടുള്ളത് 5 സ്ഥലം. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ കേരളയിൽ നിന്ന് എത്ര ആൾക്കാരാണ് എഴുതുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സെന്റേഴ്സ് ചിലപ്പോൾ ദൂരെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ കാണുന്ന ഉടുപ്പിയിലുള്ള ഒരു സെന്റർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഉടുപ്പിയിലെ ഒരു സെന്റർ ആണ്. ഏതാണ്? ആവിന്യ ഓൺലൈൻ എക്സാമിനേഷൻ മിനി ഓഡിറ്റോറിയം, പൂർണ്ണ പ്രജ്ന ക്യാമ്പസ്, ഫിഷ് മാർക്കറ്റ് റോഡ്, വോളക്കാട് റോഡ് എന്നാണ് പറയുന്നത് കേട്ടോ. ഉടുപ്പി കർണാടകയിലാണ്. കാരണം കേരള കർണാടക റീജിയൻ ആണല്ലോ നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് കർണാടകയും കൂടെ അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ആഡപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഉടുപ്പിയിൽ വരുന്നുണ്ട്, നിങ്ങൾക്ക് സെന്റർ വരുന്നുണ്ട്. ഉടുപ്പിയിൽ ഒരു സെന്റർ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞതാണ് മൈസൂർ വന്നിട്ടുണ്ടെന്ന് അല്ലെ. മൈസൂറും വന്നു,
മാംഗ്ലൂരും വന്നു അല്ലെ, ബാംഗ്ലൂർ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കർണാടക ബോർഡറിലാണ് വരുന്നത് അല്ലെ, മൈസൂർ മാംഗ്ലൂർ വന്നു പറഞ്ഞു. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ മൈസൂറും സെന്റർ ഉണ്ട്, അതുപോലെ മാംഗ്ലൂരും സെന്റർ ഉണ്ട്. അപ്പൊ നിങ്ങൾ അഥവാ ബാക്കിയുള്ള സ്ഥലത്ത് നിങ്ങൾ ഒക്കുപ്പൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെയായിരിക്കും മൈസൂർ അല്ലെങ്കിൽ മാംഗ്ലൂർ. അപ്പൊ ഈ ഇത്രയും എക്സാം സെന്റർ ഉണ്ടെന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പേഴ്സണലി ബോധ്യമാവണം. അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ, കാരണം അവർക്ക് അത്ര സെന്റേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്കും കിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ നമുക്ക് അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വാദിക്കാനോ അല്ലെങ്കിൽ ഇപ്പൊ മെയിലൊക്കെ അയച്ചാലും നമുക്ക് എന്താണ് ഒരു പരിധിയുണ്ട്. ഇപ്പൊ അവർ എക്സാം നടത്തുന്നത് കൊണ്ട് നമുക്ക് കറന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അവിടെ പോയി എക്സാം എഴുതാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ആ ടെൻഷൻ ഒന്നും വിചാരിക്കരുത്. ഇത്രയും ട്രാവൽ ചെയ്ത് പോകണം, അതൊക്കെ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പുതിയ വെണ്ടർ ചേഞ്ച് സംഭവിക്കുമ്പോൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് അറിയുക. നമ്മൾ എല്ലാവരും കൂടെ തന്നെയാണ് എന്താണ് TCS മോശം എന്ന് പറഞ്ഞൊക്കെ എന്ത് ചെയ്തത്, TCS നെ മാറ്റി വെച്ചത്. അപ്പൊ ഇപ്പൊ എഡ്യൂക്കേറ്റീവ് വരുമ്പോൾ അത് ആദ്യമായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അതുകൊണ്ട് അതിന്റെ കുറെ കാര്യങ്ങളും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതെന്താണ്, മൈസൂർ കർണാടകയാണ് രണ്ടെണ്ണം. ആദിത്യ ടെക് പാർക്കും അതുപോലെ ചന്ദന റിസോഴ്സ് സെന്റർ എന്ന് പറയുന്ന രണ്ട് സെന്റേഴ്സ് ആണ്, കമ്പ്യൂട്ടർ സെന്റേഴ്സ് ആണ് വരുന്നത്. അതുപോലെ മാംഗ്ലൂർ സെന്റർ വരുന്നത് സൂക്ത എഡ്യൂക്കെയർ ആൽവ സെന്റർ ഫോർ PG സ്റ്റഡീസ് ആൻഡ് റിസർച്ച്. ഇച്ചിരി അത്യാവശ്യം നല്ല ഇതാണ് കമ്പ്യൂട്ടർ ഒക്യുപ്പേഷൻസ് ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ അത് ആലോചിക്കുക. ഇത് അബ്ദുൽ കലാം റോഡ്, വിദ്യാഗിരി, മുതബേദിൽ, മാംഗ്ലൂർ കർണാടക എന്നുള്ളൊരു സ്ഥലമാണ് പറയുന്നത്. ഓക്കെ, അത് ആലോചിക്കുക. അടുത്ത് ശ്രീ ശാരദ നികേതൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് ആൻഡ് ഓൺലൈൻ എക്സാം എന്നാണ് അടുത്തൊരു സെന്റർ പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് സെന്റർ വരുന്നത് മാംഗ്ലൂരും മൈസൂറും ആയിട്ട്. ഇനി അടുത്ത് ന്യൂ ചേഞ്ച്, TCS പുതിയ ചേഞ്ച്, TCS നിന്ന് മാറി ഈ ഒരു ചേഞ്ച് വന്നു അല്ലെ, വെണ്ടർ ചേഞ്ച് വരുമ്പോൾ നിങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രധാന പ്രശ്നങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തുകയാണ്. കാരണം നിങ്ങൾക്ക് പലരും കമന്റ് സെക്ഷനിൽ ചോദിച്ചതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ പറയാണ്, എടുത്തു പറയാണ്. സിലബസിലും എക്സാം പാറ്റേണിലും ഒരു ചേഞ്ചും ഇല്ല. അത് XSCയുടെ ഫോർമാറ്റ് ആണ്, SSC നടത്തുന്ന പോലെ തന്നെ നടത്തും. ഓക്കെ, അതിലൊന്നും ഒരു ചേഞ്ചും ഇല്ല. എക്സാം പാറ്റേണിൽ അതായത് ഇപ്പൊ നിങ്ങളുടെ മാർക്കിംഗ് സ്കീം, നിങ്ങളുടെ നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനത്തെ മാർക്കിന്റെ കാര്യങ്ങൾ, അതുപോലെ നിങ്ങളുടെ ടൈമിങ്ങിന്റെ കാര്യം, സെക്ഷണൽ ടൈമിംഗ്, ഇതിനൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. സിലബസ് എന്താണോ സിലബസ് പക്ക അത് തന്നെയാണ്. SSC എന്താണോ ഫോളോ ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ ചെയ്യുക. എക്സാം പാറ്റേൺ ആയാലും അങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ സ്റ്റാറ്റസ് ആഫ്റ്റർ വെണ്ടർ ചേഞ്ച് നമുക്ക് നോക്കാം. ഓക്കെ, വെണ്ടർ ചേഞ്ച് വരുമ്പോൾ ആസ്പെക്റ്റും അതിന്റെ വെണ്ടർ സ്റ്റാറ്റസും എങ്ങനെയാണെന്ന് നോക്കാം. സിലബസും എക്സാം പാറ്റേണിൽ എന്താണ്, നോ ചേഞ്ച് ആണ്. ചേഞ്ച് ഒന്നുമില്ല. SSC എങ്ങനെയാണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് തന്നെ നടക്കും. ഇനി അടുത്ത് വരുന്നത് നോർമലൈസേഷൻ മെത്തേഡിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? കാരണം ഒരുപാട് പേര് പറഞ്ഞു ടയർ 2 നോർമലൈസേഷനിലെ കുറെ ഇഷ്യൂസ് വന്നു CGLന്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് TCSനൊക്കെ മാറ്റാൻ കാരണമായത്. അതെന്ത് ചെയ്യും, കണ്ടിന്യൂസ് അൺചേഞ്ച്ഡ് ആണ്. കാരണം അതിന്റെ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, നോർമലൈസേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഒരു ആവറേജ് എടുത്തിട്ട് ഓരോ ഷിഫ്റ്റിനും ഇത്ര നോർമലൈസേഷൻ വരെ അതിന്റെ ആവറേജ് സ്കോർ ഒക്കെ മനസ്സിലാക്കിയാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനൊന്നും ഒരു ചേഞ്ചും ഇല്ല. അതായത് നോർമലൈസേഷൻ മെത്തേഡിൽ നോ ചേഞ്ച് ആണ്. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ഫ്രെയിമിംഗ് സ്റ്റൈല്, അതായത് നമ്മൾ ഇത്രയും നാൾ മോക്ക് ടെസ്റ്റുകളും ഇതൊക്കെ, അപ്പൊ നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു മോക്ക് ടെസ്റ്റ് എടുക്കുന്നതിന് ഇനി ഒരു കാര്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ പഠിച്ച സാധനമാണോ, മോക്ക് ടെസ്റ്റ് പഠിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചവരടുത്ത് പറയുകയാണ്, മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. കാരണം നിങ്ങൾ പഠിക്കുന്നത് എന്താണ്, അതിന്റെ കോൺസെപ്റ്റ് ആണ്. അത് ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നു എന്നല്ല, അതിന്റെ അകത്ത് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാന്നല്ലേ നോക്കുന്നത്. അതിന്റെ സൊല്യൂഷൻസ് ആയാലും അല്ലെങ്കിൽ അത് നിങ്ങൾ പഠിക്കുന്നത് ആ ഒരു ഇൻഡെപ്തിലാണ്. അതിനൊന്ന് ജസ്റ്റ് കാണാപ്പാടം പോലെ അല്ലല്ലോ പഠിക്കുന്നത്. നിങ്ങൾക്ക് ഐഡിയ ആണ്, കോൺസെപ്റ്റ് ആണ് ക്ലിയർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ചെയ്ത് പഠിച്ചെന്ന് പറഞ്ഞ ഒരു നഷ്ടവും അവിടെ വരാൻ പോകുന്നില്ല. പിന്നെ ആ ഒരു ഫ്രെയിമിംഗ് സ്റ്റൈലിൽ അതാണ് ഇവിടെ പറയുന്നത്. ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് വരുമ്പോൾ നമ്മൾ നോർമലി ഡയറക്റ്റ് ചിലപ്പോൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇപ്പൊ എന്ത് ചെയ്യും, കുറച്ച് തിരുത്ത് ചോദിക്കാനുള്ള ആവശ്യം അവർക്ക് വരുത്താം, അവർക്ക് ചേഞ്ചസ് വരുത്താം. അവരെന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടി ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചേഞ്ചസ് ഉണ്ടാവും. അതിൽ ഡൗട്ട് ഒന്നും വേണ്ട. ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് ആവും. കാരണം അവർ പുതിയൊരു വെണ്ടർ ആകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് കാണിച്ചേ പറ്റുള്ളൂ, എക്സാമിൽ കാണിക്കണം. അതുകൊണ്ട് ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഥവാ ടെക്സ്റ്റ് ബുക്ക് മോക്കുകളൊക്കെ എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊന്ന് മധ്യപ്രദേശിന്റെയും മഹാരാഷ്ട്രയുടെ സ്റ്റേറ്റ് PSC ഉണ്ടല്ലോ, നമ്മളിപ്പോ ഈ കേരള PSC പറയുന്ന പോലെ തന്നെ സ്റ്റേറ്റ് PSC ഉണ്ട്, മധ്യപ്രദേശിന്റെയും മഹാരാഷ്ട്രന്റെയും. അതിന്റെയൊക്കെ ഒരു ടെക്സ്റ്റ് ബുക്ക് മോക്കുമല്ലോ എടുത്ത് ചെയ്തൊന്ന് നോക്കുക. അങ്ങനത്തെ പാറ്റേൺ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് എക്സാം ഒക്കെ ഓട്ടോമാറ്റിക്കലി പറയുകയാണെങ്കിൽ അവരുടെ എക്സാംസ് ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അത് പറയാത്തത്. നിങ്ങൾക്ക് സെലക്ഷൻ പോസ്റ്റ് വരെയാണ്, അത് നിങ്ങൾ കൂളായിട്ട് അറ്റൻഡ് ചെയ്യുക. ഇനി അല്ല, സെലക്ഷൻ പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് CGL CHS ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, സെലക്ഷൻ പോസ്റ്റ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിന്റെ പാറ്റേൺ ഫോളോ അപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതൊക്കെ നിങ്ങൾക്ക് സാവകാശമുണ്ട്. ഇനി സെലക്ഷൻ പോസ്റ്റ് എഴുതാൻ പോണവരാണെങ്കിലും ടെൻഷൻ ഒന്നും വേണ്ട. നിങ്ങൾ പഠിച്ച സാധനമേ വരുള്ളൂ. അതിന്റെ കുറച്ച് ഫ്രെയിമിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസം കാണും. അതായത് ഇപ്പൊ GK ഒക്കെ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അല്ലെ, നമുക്ക് അറിയാം, ഐഡിയാസ് ഒക്കെ ഉണ്ട്, ഇന്ന സെക്ഷനിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന്. അതിൽ നിന്നൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാം.
ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ഇനി അവർ ആഡ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ എക്സാം വന്നാലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാം പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്ക് ഹോപ്പ് ചെയ്യാം ഇങ്ങനെ ആയിരിക്കും വരുന്നതെന്നുള്ളത്. കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കും, കാരണം അവരുടെ ഒരു പാറ്റേൺ ചേഞ്ച് ആയി നമ്മൾ എഴുതാൻ പോകുമ്പോൾ ആ ഒരു ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യും, എന്തായാലും മനസ്സിലാവും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഫ്രെയിമിംഗ് സ്റ്റൈൽ മേ വേരി സ്ലൈറ്റ്ലി എന്നേ പറയുന്നുള്ളൂ. കാരണം ആദ്യത്തെ തവണ ആയതുകൊണ്ട് അവർ വലുതായിട്ട് ഇമ്പ്രൂവ്മെന്റ് വരുത്തില്ലായിരിക്കും, എങ്കിലും ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് അവർ വരുത്താനുള്ള ചാൻസസ് ഉണ്ട്. ഡിഫിക്കൽട്ടി ഡിസ്ട്രിബ്യൂഷൻ, ഇനി ഡിസ്ട്രിബ്യൂഷനിൽ മൈനർ ഫ്ലക്ച്വേഷൻ പോസിബിൾ ആണ്. ഡിഫിക്കൽട്ടി ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അവരുടെ ഫസ്റ്റ് ടൈം ഒരാൾക്ക് ഒരു കയ്യിൽ നമുക്ക് ഈ ഒരു ലീഡർഷിപ്പ് കൊടുക്കുമ്പോൾ അവർ നന്നാക്കാനല്ലേ അവർ നോക്കത്തുള്ളൂ. അതുകൊണ്ട് അവർ ചിലപ്പോൾ നന്നാക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഡിഫിക്കൽട്ടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സെക്ഷണൽ വെയിറ്റേജ്, വെയിറ്റേജിന് എന്ത് ചെയ്യാം, നമ്മൾ ഇത്ര നാൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ടോപ്പിക് വൈസ് വെയിറ്റേജ് TCS നടത്തുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് വെയിറ്റേജ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ മാറ്റങ്ങൾ വരാൻ, ഇനിയിപ്പോ പുതിയ വെണ്ടർ ആകുമ്പോൾ മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ഇഷ്ടപ്പെട്ട ഏരിയ TCS നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കണ്ടക്ടിങ് ബോർഡ് ഉണ്ടായിരിക്കും. ആ ബോർഡ് അനുസരിച്ച് അവർ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് അവർക്ക് ഈസി വേയിലായിരിക്കും അവർ നടത്തിയിട്ടുള്ളത്. ഇപ്പൊ പുതിയ ആൾക്കാരാകുമ്പോൾ അവർക്ക് എന്ത് വേണോ ഇടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ പഠിക്കുന്നത് എല്ലാം ഉൾപ്പെടുത്തിയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ വരേണ്ട ആവശ്യമില്ല. നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന, ജോഗ്രഫി, പൊളിറ്റി എല്ലാ സബ്ജക്റ്റും കൃത്യമായ കോൺസെപ്റ്റ് ക്ലിയറൻസ് വഴിച്ചാണ് നമ്മൾ ചെയ്തു പോണെങ്കിൽ നമ്മൾ അവിടെ ആരും എന്ത് ചെയ്യുന്നില്ല, തോൽപ്പിക്കാനില്ല എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ. അപ്പൊ അതങ്ങനെ സെക്ഷണൽ വെയിറ്റേജിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം CGL-നൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ പറയുന്ന പോലെ തന്നെ ട്രിഗണോമെട്രിന്ന് 5 ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ട്രിഗണോമെട്രി മാറ്റിയിട്ട് ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ജോമെട്രിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനത്തെ കുറച്ച് ഷിഫ്റ്റുകൾ ഉണ്ടാവും. എങ്കിൽ പോലും നമ്മൾ പഠിക്കുന്നത് ഓൾ ടോട്ടൽ ആയിട്ടാണ്. ആ ഓൾ ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. ഇനി PYQ അതിന്റെ മോക്ക് ഇമ്പോർട്ടൻസ്, അതായത് നിങ്ങൾ ചോദിച്ചതുപോലെ തന്നെ ഇനി മോക്കും PYQ ഒക്കെ ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ ക്രിട്ടിക്കൽ ടു പ്രിപ്പറേഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആണ്. നിങ്ങൾ പഠിക്കുന്ന കാര്യം നിങ്ങൾ പ്രോപ്പർലി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് അറിയാനാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ എന്ന് അറിയാനാണ് എന്ത് ചെയ്യുന്നത്, മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ PYQs ചെയ്യുന്നത്. നമ്മൾ നന്നായിട്ട് ചെയ്യുക, PYQs ഒക്കെ വീണ്ടും ചെയ്യുക. അതൊന്നും ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ മാറ്റം വന്നാലും നമുക്ക് ഐഡിയ ക്ലിയർ ആയിരുന്നാൽ മതി, നമുക്ക് മെത്തേഡ് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. അത് തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അതിലൊന്നും ഒരു വ്യത്യാസവും വരുത്തണ്ട, നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുക, പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. എക്സാം ടൈം ലൈനിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? കാരണം നിങ്ങളിപ്പോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് NTPCയുടെ എക്സാമിനേഷൻ, CGL-ന്റെ എക്സാമിനേഷൻ ഏകദേശം അടുത്തടുത്ത ദിവസങ്ങളിലാണ് നടത്താൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ റെയിൽവേയുടെ സെന്റേഴ്സും എഡ്യൂക്കേറ്റീവുടെ സെന്റേഴ്സും രണ്ടായിരിക്കും ചിലപ്പോൾ. കാരണം ഇത്രയും നാളും റെയിൽവേ നടത്തിക്കൊണ്ടിരുന്ന കുറെ സെന്റേഴ്സ് ഉണ്ട്, അത് അവരിപ്പോഴും നടത്തും. ഈ സെന്റേഴ്സ് ഒക്കെ നിങ്ങൾ പുതിയ പേര് പോലെയല്ലേ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേറ്റീവ് പുതിയ സെന്റേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ഓവർലാപ്പ് ആയിട്ട് പല സെന്റേഴ്സിലായിട്ട് നടത്താനുള്ള ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യാം, റെയിൽവേ ചിലപ്പോൾ ഇന്ന് നടത്തുന്നുണ്ടെങ്കിൽ നാളെ CGL നടത്താൻ, എന്ന് വെച്ചാൽ SSC നടത്താനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അവർ ചിലപ്പോൾ ഗ്യാപ്പ് എടുത്ത് നടത്താനുള്ള ആവശ്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. ഇപ്പൊ സെലക്ഷൻ പോസ്റ്റ് കൃത്യമായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ CGL ഒക്കെ കൃത്യമായിട്ട് സമയത്ത് നടത്താനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവണമെങ്കിലേ ഉള്ളൂ. എങ്കിലും എക്സാം പ്രോപ്പർലി നടത്താനുള്ള കാര്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. അത് SSC ആണ് നടത്തുന്നത്. അതുകൊണ്ട് SSCയുടെ കാര്യം അവർ ചിലപ്പോൾ പ്രോപ്പർലി നടത്താനുള്ള ചാൻസസ് ഉണ്ട്. എങ്കിലും ലാർജ്ലി ഓൺ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്തെങ്കിലും മൈനർ ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ്സ്, അതായത് SSCയുടെ ഇന്റേണൽ ബോഡിക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്ന് തോന്നിയാൽ മാത്രമേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക, നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്, നിർത്തരുത്, സ്റ്റോപ്പ് ചെയ്യരുത്, പഠിച്ച് തന്നെ ഇരിക്കുക, പഠിക്കുക, നന്നായിട്ട് തന്നെ പഠിക്കുക. എക്സാം നടത്തേണ്ട സമയത്ത് അവർ നടത്തും എന്ന് ഉറപ്പുവരുത്തുക. അതായത് ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ എക്സാം നടത്തും എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ഇനി അടുത്ത എക്സാം ഇന്റർഫേസ്, നമ്മൾ മേജർ ചേഞ്ച് ഇപ്പൊ അറിയിച്ചിട്ടുള്ളത് ഏതിലാണ്? മേജർ ചേഞ്ച് അറിയിച്ചിട്ടുള്ളത് അതിന്റെ ന്യൂ ലുക്ക് ആണ് അല്ലെ. ചേഞ്ച് മാറി, ഇപ്പുറത്ത് കിടന്ന സാധനം അപ്പുറത്താക്കി, താഴെ കിടന്ന സാധനം മുകളിലാക്കി. അവർ നാവിഗേഷൻ സ്റ്റൈലിനും എല്ലാത്തിനും എന്ത് ചെയ്തു, പുതിയൊരു മാറ്റം വരുത്തിയത് കൊണ്ട് തന്നെ പുതിയൊരു ചേഞ്ച് ആണ് അല്ലെ, പുതിയൊരു ഇന്റർഫേസ് ആണ്. അതാണ് അവരുടെ ഫസ്റ്റ് ചേഞ്ച് ആയിരുന്നത്. സെക്കൻഡ് ചേഞ്ച് ആണ് ശരിക്കും പറഞ്ഞാൽ എക്സാം സെന്ററിൽ ഉണ്ടായ മാറ്റം. അപ്പൊ ഇനിയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് എക്സാം പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, അല്ലെങ്കിൽ എക്സാം പാറ്റേണിലല്ല നമ്മുടെ എക്സാം എഴുതുന്നതിൽ ആ ഒരു മോഡലിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം ഇനിയേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാൻ. എന്ത് വെണ്ടർ ചേഞ്ചോ എന്ത് വന്നാലും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. ആ ഒരു കാര്യം നിങ്ങളിൽ ഉറപ്പ് വരുത്തുക, നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഈ ഒരു ടെൻഷൻ ഉണ്ടാക്കരുത്. നിങ്ങളിപ്പോ ദൂര സ്ഥലങ്ങളിൽ പോയി എക്സാം എഴുതുന്നുണ്ടെങ്കിലും അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യം ഇതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി അതിന് വേണ്ടിയായിട്ട് എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക, ഒരു നെഗറ്റീവ് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. നിങ്ങളുടെ എക്സാംസുകൾ നന്നായിട്ട് എഴുതുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.